ജാമിയ മിലിയ സർവകലാശാലയിൽ ഭീകര സംഘടനയായ ക്യാമ്പസ് ഫ്രണ്ടിന്റെ പ്രവർത്തനം ഇപ്പോഴും സജീവം. ജാമിയ മലയാളി ഹൽക്ക എന്ന പേരിലാണ് പ്രവർത്തനം. ഹമാസ് ഉൾപ്പെടെയുള്ള ഇസ്ലാമിക ഭീകര സംഘടനകളെ അനുകൂലിച്ച് മലയാളി വിദ്യാർത്ഥികൾ ക്യാമ്പസിൽ നടത്തുന്ന കൂട്ടായ്മകൾ കേന്ദ്ര ഏജൻസികളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഭീകര സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിനെ 2022 സെപ്റ്റംബർ 28-നാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നിരോധിച്ചത്. എന്നാൽ ജാമിയ മിലിയ ഇസ്ലാമിക സർവകലാശാലയിൽ പോപ്പുലർ ഫ്രണ്ടിന്റെ സ്ലീപ്പർ സെല്ലുകൾ ഇപ്പോഴും സജീവം. ജാമിയ മലയാളി ഹൽക്ക എന്ന പേരിലാണ് ക്യാമ്പസ് ഫ്രണ്ടിന്റെ പ്രവർത്തനം. ഒക്ടോബർ 7-ന് ഹമാസ് ഇസ്രയേലിൽ നടത്തിയ ഭീകരാക്രമണത്തെ ന്യായീകരിച്ചും മറ്റും ഇവർ ക്യാമ്പസിൽ കൂട്ടായ്മകൾ സംഘടിപ്പിച്ചിരുന്നു. ഇനിയൊരു മാറാത്ത ലോകം സാധ്യമല്ല. പ്രീ ഒക്ടോബർ 7 സമയത്തുള്ള സിസ്റ്റംസോ ഒന്നും ആയിരിക്കില്ല പോസ്റ്റ് ഒക്ടോബർ 7 ഉണ്ടാവുക എന്ന് നമുക്ക് ആലോചിക്കാൻ പറ്റും. 3-ൽ കൂടുതൽ രാജ്യങ്ങളൊക്കെ ഫലസ്തീനെ രാജ്യമായി അംഗീകരിക്കുകയും യൂറോപ്യൻ പൊളിറ്റിക്കൽ ലീഡേഴ്സൊക്കെ ഹമാസിനെ അത്ര വേഗം നശിപ്പിക്കാൻ കഴിയില്ല എന്നുള്ള ഒരു തിരിച്ചറിവിലേക്ക് എത്തുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ആ പാലസ്തീനിയൻ കോഴ്സ് ഒരു ഗ്ലോബൽ ഡിസ്കോഴ്സ് ആയി തന്നെ ഉയർത്തിക്കൊണ്ടുവരാൻ ഒക്ടോബർ 7 അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോൾ ഉണ്ട് എന്നുള്ളത്. ഹമാസിന്റെ ആക്രമണം മൂലം പാലസ്തീനെ അംഗീകരിക്കാൻ കൂടുതൽ രാജ്യങ്ങൾ തയ്യാറായെന്നും ഹമാസിനെ ആർക്കും തകർക്കാൻ കഴിയില്ലെന്നും ഇവർ പ്രചരിപ്പിക്കുന്നു. 2020-ൽ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ ആദ്യം കലാപം തുടങ്ങിയത് ജാമിയ മിലിയയിലെ ഇസ്ലാമിസ്റ്റുകളാണ്. അതിന്റെ തുടർച്ചയെന്ന നിലയിലായിരുന്നു നോർത്ത് ഈസ്റ്റ് ഡൽഹിയിൽ ഇരു മതവിഭാഗങ്ങൾ ഏറ്റുമുട്ടിയത്. അതിനാൽ ജാമിയ മിലിയ ഇസ്ലാമിക സർവകലാശാല കേന്ദ്രീകരിച്ച് നടക്കുന്ന ഇത്തരം പ്രവർത്തനങ്ങൾ IB ഉൾപ്പെടെയുള്ള രഹസ്യാന്വേഷണ വിഭാഗങ്ങൾ നിരീക്ഷിച്ചു വരികയാണ്. ജനം, ഡൽഹി.